നിക്കാഹ് എന്നുള്ളത് വധൂവരന്മാർ ഒരുമിച്ച് ജീവിക്കാൻ എടുക്കുന്ന ഉടമ്പടിയാണ്. വിവാഹം എന്നുള്ളത് ഒരുമിച്ച് ജീവിക്കാനുള്ള ആരംഭമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തൊക്കെ ഇത് രണ്ടും രണ്ടായി സാധാരണ കാണാറുണ്ട്. ചില ആളുകൾ നേരത്തെ നിക്കാഹൊക്കെ ചെയ്തു വെച്ച് പിന്നീട് ഒരുമിച്ച് ജീവിതത്തിലേക്ക് കടക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇന്ന് ധാരാളമായി കാണാൻ കഴിയും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ, ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അനിസ്ലാമികമായി നടക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പറയുന്നത് പോലെ ഇതൊരു പ്രസംഗമോ പ്രഭാഷണമോ ഒന്നുമല്ല. നേരെ മറിച്ച് മതപരമായ ഒരു അറിവ് നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതൊരു പക്ഷെ നമുക്ക് ഇതിന്റെ പല ഭാഗങ്ങളും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപകാരപ്പെട്ടേക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സഹായകമായേക്കാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ആദ്യാവസാനം ഈ സദസ്സിൽ ഇരിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൽ നിക്കാഹ് സംഭവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി 5 കാര്യങ്ങൾ ആവശ്യമാണ്. 5 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നിക്കാഹ് സംഭവിക്കുന്നത്. ഒന്നാമത്തത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വരനാണ്, വിവാഹം കഴിക്കുന്ന വരൻ. രണ്ടാമത്തത് വധുവിന്റെ കൈകാര്യകർത്താവ് അഥവാ വലിയ. നാട്ടിൽ സാധാരണ വാപ്പമാര് നിക്കാഹ് ചെയ്തു കൊടുക്കാറുണ്ടല്ലോ, ആ വലിയാണ്. മൂന്നാമത്തത് 2 സാക്ഷികളാണ്. നിക്കാഹ് നടക്കുന്നത് കാണുന്ന 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വധുവിന്റെ സമ്മതം, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമത്തത് മഹറാണ്. 5 കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് അറിവുണ്ടായിരിക്കും. എന്നിരുന്നാലും ചുരുക്കി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാം. ഒന്നാമത്തത് വരൻ. പൂർണ്ണ സമ്മതത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി നിക്കാഹിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. വരൻ പൂർണ്ണമായി സമ്മതത്തോടു കൂടി ആയിരിക്കണം. ഇസ്ലാമിൽ അയാൾ ഒരു മുസ്ലിമായ ആളായിരിക്കണം. ഇസ്ലാമിൽ വിവാഹം കഴിക്കുന്ന ആള്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിലെ മറുവശമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ അയാൾ വിവാഹ ജീവിതം പൂർണ്ണമായി ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുന്ന പെണ്ണിനെ തൃപ്തിപ്പെടുകയും ചെയ്യുമ്പോഴാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡം പൂർണ്ണമാകുന്നത്. ഇനി വരൻ നാട്ടിലില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. വരനില്ലാതെ നിക്കാഹ് നടക്കുമോ എന്ന് പല ആളുകളും ആശങ്കപ്പെടാറുണ്ട്. ഇപ്പൊ പെണ്ണിന്റെ പിതാവില്ലെങ്കിൽ, വലിയില്ലെങ്കിൽ, വാപ്പ ഇല്ലെങ്കിൽ, ഒന്നുകിൽ വാപ്പാന്റെ അനിയനോ അല്ലെങ്കിൽ വാപ്പയുടെ ഉപ്പ പിതാമഹനോ അതല്ലെങ്കിൽ വാപ്പ ഏൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരാളോ ഒക്കെ നിക്കാഹ് നടത്തി കൊടുക്കാറുണ്ടല്ലോ. ഇതേപോലെ വരന് ചെയ്യാൻ പറ്റുമോ എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഒരാള് വിദേശത്താണ്, വരൻ വിദേശത്താണ്, പെണ്ണും പെണ്ണിന്റെ പിതാവൊക്കെ നാട്ടിലാണ്. നിക്കാഹ് ചെയ്യാൻ എന്താണ് മാർഗമുള്ളത്? ഒരു സംഭവം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉമ്മു ഹബീബയെ വിവാഹം ചെയ്ത് എങ്ങനെയാണ് എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രവാചകൻ മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മു ഹബീബ അബ്സീനയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ്, ഉമ്മു ഹബീബ എത്യോപ്യയിലാണ്, അബ്സീനയിലാണ്. ഇപ്പൊ എത്യോപ്യയിലേക്ക് കുറെ ആളുകൾ ഹിജറ ചെയ്ത് പോയിട്ടുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ഹിജറ അബ്സീനയിലേക്കാണ്, എത്യോപ്യയിലേക്കാണ്. അപ്പൊ അവിടെ പോയവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉമ്മു ഹബീബ. അബൂ സുഫിയാന്റെ മകളാണ്. ഈ ഉമ്മു ഹബീബ എത്യോപ്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അവർ പോയത് ഭർത്താവിന്റെ കൂടെയാണ്. വലിയ ചരിത്രമാണത്. എന്താണെന്നറിയോ? ഇവരുടെ ഭർത്താവ് വളരെ നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ സഹിച്ചാണ് ഭാര്യയും കൂട്ടി നാട് വിട്ട് എത്യോപ്യയിലേക്ക് പോണത്. പക്ഷെ അവിടെ എത്തിയിട്ട് സംഭവിച്ചെന്താ വെച്ചാൽ ഇയാള് പഴയ മതത്തിലേക്ക് അഥവാ ക്രൈസ്തവ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇയാൾ ക്രിസ്ത്യാനി തന്നെയായി തിരിച്ചുപോയി. അതോടുകൂടി ബന്ധം വേർപെട്ടു. ഒരാള് അമുസ്ലിം ആയി കഴിഞ്ഞാൽ ആ ബന്ധം വേർപെടൽ സംഭവിക്കും. അങ്ങനെ ബന്ധം വേർപെട്ടു. അവര് തനിച്ച് ജീവിക്കാൻ വേണ്ടി ആരംഭിച്ചു.
ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ നിക്കാഹിന് വേണ്ടി അയക്കുന്നത്. പ്രവാചകൻ നാട്ടിൽ നിന്ന് മദീനയിലെത്തി. അതിനുശേഷം ഒരു ദൂതനെ എത്യോപ്യയിലേക്ക് അയച്ചു. എത്യോപ്യയിലേക്ക് അയച്ച് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു സ്വഹാബി നിക്കാഹിന്റെ കരാറിൽ ഏർപ്പെടുകയാണ്. അപ്പൊ വലിയും അവിടെ ഇല്ലല്ലോ, അഥവാ വാപ്പയോ സഹോദരങ്ങളോ ആരും ഉമ്മു ഹബീബക്കും ഇല്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന രാജാവ്, നജാഷി രാജാവ്, ഈ ഉമ്മു ഹബീബയുടെ അടുത്ത ഒരു ബന്ധുവിനെ വലിയായി നിശ്ചയിക്കുന്നു. അപ്പൊ വലിയുമില്ല, വരനുമില്ല. വലിയായി നിശ്ചയിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു മഹർ ഈ ദൂതനായി വന്ന സ്വഹാബിയുടെ കയ്യിൽ ഏൽപ്പിച്ച് നിക്കാഹ് നടക്കുന്നു. ഏകദേശം 4000 ദിർഹമാണ് അന്ന് പ്രവാചകന് വേണ്ടി നജാഷി മഹറായി കൊടുത്തത്. 4000 ദിർഹം എന്ന് പറഞ്ഞ വലിയ സംഖ്യയാണ് ഇന്നത്തെ. ഏകദേശം കണക്കുകൂട്ടി നോക്കിയപ്പോൾ 20 ലക്ഷത്തിലധികം വരുന്ന തുകയാണ്. 20 ലക്ഷത്തിലധികം രൂപ വരുന്ന മഹർ കൊടുത്താണ് റസൂലുള്ളാഹിക്ക് വേണ്ടി നജാഷി കൊടുത്ത് പ്രവാചകൻ ഉമ്മു ഹബീബയെ കല്യാണം കഴിക്കുന്നത്, നിക്കാഹ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ മഹർ ലഭിച്ചത് ഉമ്മു ഹബീബക്കാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ലഭിച്ചത് വളരെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു. അത് പല ഭാര്യമാരും എടുത്ത് പറയാറുണ്ടായിരുന്നു, ഉമ്മു ഹബീബക്ക് ഇത്രയും മഹർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഉമ്മു ഹബീബ മദീനയിലേക്ക് എത്തുകയും അവർ ഒരുമിച്ച്, റസൂലും ഉമ്മു ഹബീബയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആരംഭിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കി. എന്താണ്? വിവാഹം കഴിക്കുന്ന വരൻ നാട്ടിലില്ലെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിക്കാഹിന് ആവശ്യമായ രണ്ടാമത്തെ കാര്യം വലിയാണ്. വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ പിതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അതാണല്ലോ. അതല്ലെങ്കിൽ പിതാവിന്റെ സഹോദരങ്ങളോ പിതാവിന്റെ പിതാവോ അതല്ലെങ്കിൽ മകനോ ഒക്കെ വലിയായി വരും. ഇപ്പൊ വിവാഹമോചിതയായ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെണ്ണാണെങ്കിൽ മകൻ, ആ പെണ്ണിന്റെ വാപ്പയും സഹോദരങ്ങളും പിതാമഹനൊന്നും ഇല്ലെങ്കിൽ മകൻ വലിയായി വരും. അങ്ങനെ വലിയാണ് രണ്ടാമതായി നിക്കാഹിന് വേണ്ടി ആവശ്യമുള്ളത്. ഇനി വലിയൊന്നും ഇല്ലെങ്കിൽ ഖാലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിന് തടസ്സമില്ല. ആരും വലിയായിട്ട് ആരും ഇല്ലെങ്കിൽ ഖാലിക്ക് നിക്കാഹ് ചെയ്യാം. പക്ഷെ ഈ ഖാലി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ നാട്ടിലൊക്കെ ഖാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മഹല്ല് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു ഏരിയ കേന്ദ്രീകരിച്ചോ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചോ ഉണ്ടാകുന്ന ആളാണ് ഖാലി. ആ ഖാലിയെ നാട്ടുകാരെ മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ടാവോ? ചിലപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഖാലിയെ എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കാറുണ്ടോ? ഇല്ല. ഒരേ ആദർശക്കാരാണെന്ന് പറയുന്ന ആൾക്കാർ പോലും ഒരു ഖാലി അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശരിക്കും ഖാലി എന്ന് പറഞ്ഞാൽ കോടതിയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഭരണ സംവിധാനമാണ് സത്യത്തിൽ ഖാലി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു പെണ്ണ്, മുസ്ലിമത്തായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി വലിയായി ആരുമില്ലെങ്കിൽ കോടതിക്ക് നേരിട്ടോ അല്ലെങ്കിൽ കോടതി ഏൽപ്പിക്കുന്ന ഒരാൾക്കോ വലിയായിക്കൊണ്ട് നിക്കാഹ് നടത്തി കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ചെറിയൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു പെണ്ണ് മുസ്ലിമത്തായി ആ മുസ്ലിമിൽ നിന്ന് മുസ്ലിമായി മാറി, അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. അപ്പൊ കോടതി മുഖാന്തരം നിക്കാഹ് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പൊ രണ്ടാമത്തെ സംഗതി വലിയാണ്. അതല്ലെങ്കിൽ വലിയ ഏൽപ്പിച്ച ഒരാൾക്കും പറ്റും. നാട്ടിൽ വേറെ ആരുമില്ല, വാപ്പ പുറത്താണ് അല്ലെങ്കിൽ വേറെ എവിടെങ്കിലാണ്, അയാൾ ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കും വലിയായിക്കൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ സംഗതി വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സാക്ഷികളാണ്. അത് നമുക്കൊക്കെ അറിയുന്ന സംഗതി തന്നെയാണ്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെണ്ണിന്റെ സമ്മതം. ഇപ്പൊ ഇസ്ലാമിലെ നിക്കാഹിനെ പറ്റി, വിവാഹത്തെ പറ്റി പല ആൾക്കാരും പറയാറുള്ളത്, ഇപ്പൊ മറ്റ് ഇസ്ലാമിക വിമർശകന്മാരൊക്കെ പറയാറുള്ളത്, ഇപ്പോ ഹൈന്ദവരുടെ കല്യാണം നോക്കൂ, മണ്ഡപത്തിൽ പെണ്ണിനെ കാണാം. ക്രൈസ്തവരുടെ കല്യാണം നോക്കൂ, ആ ചടങ്ങിൽ പെണ്ണിനെ കാണാം. ഇസ്ലാമിലെ കല്യാണത്തിന് പെണ്ണിനെ കാണാനില്ല. ഇപ്പൊ പെണ്ണിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ പെണ്ണിന്റെ സമ്മതം നിർബന്ധമാണ്.
നിർബന്ധമാണ്. പെണ്ണിന്റെ പൂർണ്ണമായ തൃപ്തിയോ സമ്മതമോ ഇല്ലാതെ നിക്കാഹ് സാധുവാവില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. ഇപ്പൊ നോക്ക്, ഒരു പെണ്ണിന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നിക്കാഹ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അത് നമുക്കറിയാലോ, നമ്മളെ നാട്ടിലെ നിയമപ്രകാരം പറ്റില്ല. പക്ഷെ ഇസ്ലാമിൽ ഒരു പെണ്ണിന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവളുടെ നിക്കാഹ് നടക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമാണ്. എന്നാൽ നിക്കാഹ് നടന്നു കഴിഞ്ഞു, ആ പെണ്ണും വരനും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അവർ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കേണ്ടത് അവൾക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷമാണ്. പ്രായപൂർത്തിയത്തിന് ശേഷം മാത്രമേ അവർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ. ആ ജീവിക്കുന്നതിന് മുമ്പ് അവൾക്ക് പ്രായപൂർത്തിയായപ്പോ ആ പെണ്ണ് പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധം പിന്നെ നടക്കൂല. അവിടെ സ്വാഭാവികമായ ത്വലാഖ് സംഭവിക്കും. അപ്പൊ മനസ്സിലായല്ലോ, പെണ്ണിന്റെ സമ്മതത്തിന് ഇസ്ലാമിൽ നിക്കാഹിൽ ഏറെ പ്രാധാന്യമുണ്ട്. പെണ്ണിന്റെ സമ്മതമില്ലാതെ നിക്കാഹ് സംഭവ്യമല്ല. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തിഅദാനുൽ ബിക്രി ഫീ നഫ്സിഹാ വഇദ്നുഹാ സിമാതുഹാ. കന്യകയായ ഒരു പെണ്ണിന്റെ സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വദഖാതിഹിന്ന നിഹല ഫഇൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ. ഖുർആനിൽ പറഞ്ഞൊരു സംഗതിയാ മഹർ. നിങ്ങൾ തൃപ്തിയോടുകൂടി നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെണ്ണിന് വിവാഹദ്രവ്യം നിങ്ങൾ നൽകുക. അവൾ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നിങ്ങൾക്കത് വാങ്ങിക്കാം, നിങ്ങൾക്കത് തിന്നാം, നിങ്ങൾക്കത് ഉപയോഗിക്കാം. നമുക്ക് ഓർമ്മ ഉണ്ടാവും, പഴയ കാലത്തൊക്കെ മുസ്ലിയാക്കന്മാര്, പുരോഹിതന്മാര് ഈ ആയത്ത് പെണ്ണ് തന്നാ വാങ്ങിച്ച് തിന്നാനാണല്ലോ അള്ള പറഞ്ഞത്, അതുകൊണ്ട് സ്ത്രീധനം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഈ ആയത്തൊക്കെ തെളിവായി ഉദ്ധരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. പെണ്ണ് തന്നാ തിന്നാ, ഉപയോഗിക്കാം എന്നാണല്ലോ അള്ള പറഞ്ഞത്. അതുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാർ തരുന്നതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാം എന്ന് പിന്നെ പണ്ഡിതന്മാര്, പുരോഹിതന്മാര് നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത് കുറെ കാലം നാട്ടിൽ 20 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാര് സ്ത്രീധനത്തിന് തെളിവായി ഓതിയിരുന്ന ആയത്തായത്. എന്നിട്ടോ അതിന്റെ കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റിക്കാരും മഹല്ലുകാരും 2%, 4% ഈ സ്ത്രീധനത്തിന്റെ കമ്മീഷൻ പള്ളിയിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അത് പറയാൻ വേണ്ടി ഈ പുരോഹിതന്മാർക്ക് കഴിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയമാണ്. കാരണം എന്താ പറയുക, ഈ മഹല്ല് ഈ നിക്കാഹിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാര്, പുരോഹിതന്മാർ ഇടപെട്ട് ഇത് നമ്മളെ ഒരു അധികാരം എന്നുള്ള നിലക്കാക്കി കഴിഞ്ഞു. മഹല്ല് അറിയാതെ, ഖാളി അറിയാതെ, പള്ളി കമ്മിറ്റി അറിയാതെ ഒരു നിക്കാഹ് നമ്മുടെ നാട്ടിൽ നടക്കോ? എന്തായിരിക്കും പുകില്? ഖാളി അറിയാതെ, മഹല്ല് അറിയാതെ ഒരു നിക്കാഹ് നടക്കാന്നുള്ളത് നമ്മുടെ നാട്ടിൽ നടക്കോ? എന്നാൽ നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഒരിക്കൽ നടന്നു പോവാണ്. അപ്പോ പിന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ മുകളിൽ ഒരു സുഗന്ധദ്രവ്യത്തിന്റെ പാട്, നല്ല വില കൂടിയ ഒരു സുഗന്ധദ്രവ്യത്തിന്റെ പാട് ഈ അബ്ദുറഹ്മാന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ അഥവാ ഈ വസ്ത്രത്തിൽ കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് പുതിയാപ്പളമാരെ ഉപയോഗിക്കുന്ന പിന്നെ സുഗന്ധദ്രവ്യാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതസബ്ബജ്ത, നീ കല്യാണം കഴിച്ചോ? ആരാ ചോദിക്കണത്? നാട്ടിലെ ഖാളിയാണ്. റസൂലാ ചോദിക്കുന്നത്, നിന്റെ കല്യാണം കഴിഞ്ഞോ? പള്ളി കമ്മിറ്റി അറിഞ്ഞിട്ടില്ല, മഹല്ല് അറിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. പ്രവാചകൻ, നിന്റെ കല്യാണം കഴിഞ്ഞോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, അതെ റസൂലേ, തസബ്ബജ്തു ഇംറഅതൻ മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽ പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാത്ത്, നീ ഒരു ആടിനെ അറുത്തെങ്കിലും വലീമത്ത് കൊടുക്കണം. റസൂൽ ഒരു സുന്നത്ത് പഠിപ്പിച്ചു, നീ വലീമത്ത് കൊടുക്കണം. വലീമത്ത് കൊടുക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം കൊടുക്കുന്നതിന് ഉദ്ദേശം 1 സന്തോഷം പങ്കിടലാണ്, 2 ആളുകൾ അത് പരസ്യപ്പെടുത്തലാണ്. വിവാഹത്തിൽ പരസ്യപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. നിക്കാഹ് പരസ്യപ്പെടുത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ പെണ്ണിന് കിട്ടേണ്ട അവകാശമാണ് മഹർ. ആ മഹർ പെണ്ണിനും ആവശ്യപ്പെടാം, പെണ്ണിന്റെ പിതാവിനും ആവശ്യപ്പെടാം. പെമ്മക്കളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു സന്തോഷകരമായ കാര്യമാണ്. പെണ്ണിനും ആവശ്യപ്പെടാം, പെണ്ണിന്റെ വാപ്പാക്കും ആവശ്യപ്പെടാം. പെണ്ണ് പറയാണ് എനിക്ക് ഇത്ര കിട്ടണം, പെണ്ണിന്റെ വാപ്പ പറയാണ് ഇത്ര കിട്ടണം. അത് കൊടുത്താലേ നിക്കാഹ് നടക്കൂ. മനസ്സിലായല്ലോ? ചില ആൾക്കാർ ഈ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഹർ സാധാരണ പുതിയാപ്പിള
പെണ്ണിന്റെ വാപ്പാന്റെ കൈ കൊടുത്ത വാപ്പ ആദ്യത്തെ മോളെ കല്യാണമൊക്കെ ആണെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നട്ടം തിരി നമ്മൾ കാണുന്നത്. ഇത് എന്താ ചെയ്ത് ആരെ കയ്യിലാ കൊടുക്കുക, ഇത് ഓളെ കയ്യിൽ തന്നെ കൊടുക്കാൻ പറയണോ, ഇത് ഞാൻ കൊണ്ടുപോകണോ, ഒന്നും തിരിയൂല. അത് പെണ്ണിന് ആവശ്യപ്പെടാൻ പറ്റുന്ന, പെണ്ണിന്റെ പിതാവിനും ആവശ്യപ്പെടാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ വെറുതെ പറയണല്ല, ഖുർആനാണ് തെളിവ്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കല്യാണം കാണാം. മൂസാ നബി ഷുഐബ് നബിയുടെ നാട്ടിലെത്തി, മദിയനിലെത്തി. അവിടെ എത്തിയപ്പോ മൂസാ നബി റസൂലായിട്ടില്ല, ഷുഐബ് നബി അവിടുത്തെ നബിയാണ്. അങ്ങനെ മൂസ ഷുഐബ് നബിയുടെ വീട്ടിൽ ജീവിക്കുകയാണ്. ഷുഐബ് നബിക്ക് 2 പെൺമക്കളുണ്ട്. അപ്പൊ മൂസാ നബിയുടെ സ്വഭാവവും പെരുമാറ്റവും അയാളുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മൂസാ നബിയെ ഒരു മോക്ക് പുതിയാപ്പിളയായി എടുക്കാൻ ഷുഐബ് നബി തീരുമാനിച്ചു. ഒരു ഓപ്ഷൻ വെച്ച്, നിനക്ക് 2ൽ ഏത് പെണ്ണിനെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇന്നി ഉരീദു അൻ അൻകിഹക ഇഹ്ദ ബനതയ്യ ഹാതൈൻ. 2 പെൺമക്കളിൽ ആരെ വേണമെങ്കിലും നിനക്ക് കെട്ടിച്ചേരാം, പക്ഷേ ഒരു കണ്ടീഷൻ, അല അൻ തഅജുറനി 8 ഹിജജ്. നീ എനിക്ക് വേണ്ടി 8 കൊല്ലം പണിയെടുക്കണം. എനിക്ക് എന്റെ മോക്ക് കൊടുക്കേണ്ട മഹർ എന്താ? എനിക്ക് വേണ്ടി 8 കൊല്ലം നീ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാണെങ്കിൽ എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാം. ഫൈൻ അത്മംത 10 ഫമിൻ ഇൻദി. എനിക്ക് കുറച്ചുകൂടി കൂടുതൽ മഹർ കൊടുക്കണോ എങ്കിൽ 10 കൊല്ലം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. 8 കൊല്ലം കല്യാണം കഴിച്ച് 8 കൊല്ലം എനിക്ക് വേണ്ടി പണിയെടുത്താൽ, ആടിനെ മേയിച്ചാൽ, കൃഷി ചെയ്താൽ എന്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. നിനക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണമെങ്കിൽ 10 കൊല്ലം ജോലി ചെയ്തോളൂ. ഇതാണ് മഹർ. ഇതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞ് ഭാര്യയും കൂട്ടി തിരിച്ച് നാട്ടിലേക്ക് പോരണ വഴിക്കാണ്, ഈ കരാറൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരണ വഴിക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാകുന്നത്. ആ ചരിത്രം നമുക്കറിയായിരിക്കും. മനസ്സിലായി? അപ്പൊ ഈ മഹർ പെണ്ണിനും അവകാശപ്പെടാം, പെണ്ണിന്റെ വാപ്പാക്കും അവകാശപ്പെടാം. എത്ര അവകാശപ്പെടാം? അവൾ എത്ര ആഗ്രഹിക്കുന്നു അത്രയും അവകാശപ്പെടാനുള്ള അനുവാദം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇപ്പോ ഈ സമീപകാലത്തൊക്കെ അതിനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ വന്നു. പഴയ കാലത്തൊന്നും ഇതെല്ലാം എന്താ സംഭവം, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഇതൊക്കെ അങ്ങനെയൊക്കെ നടക്കും. പണ്ടൊക്കെ നമ്മൾ പറയല് വേറെ വിദേശ രാജ്യങ്ങൾ, അവിടെ പെണ്ണ് ഫ്ലാറ്റ് ചോദിക്കാറുണ്ട്, ഇന്ന നാട്ടിൽ സ്ത്രീകൾ ഇന്നത് വേണമെന്ന് പറയാറുണ്ട്, സ്ഥലം എഴുതി തരാൻ പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പോ ആണുങ്ങളൊക്കെ ചിരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്ത്രീകൾക്ക് അവകാശം, ആവശ്യപ്പെടാനുള്ള അവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ സ്ത്രീകൾ ധാരാളമായി മഹർ ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടാൻ, അവർക്ക് ഇഷ്ടമുള്ളത്ര ആവശ്യപ്പെടാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പരിധി വെച്ചു, ഇത്ര മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഭരണാധികാരി എന്ന നിലയ്ക്ക് ഒരു പരിധി വെച്ചു. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിന്റെ ബാക്കിയായിക്കൊണ്ട് ഒരു സംഭവം കൂടി നമുക്ക് കാണാം. അത് അല്പം ദുർബലമായ ഒരു സംഭവമാണ്. അതായത് ദുർബലം എന്ന് പറഞ്ഞാൽ ലഈഫായ ഒരു സംഭവമാണ്. അതായത് ഒരു പെണ്ണ് അതിനെതിരെ തർക്കിക്കുകയും, ഞങ്ങൾക്ക് അള്ളാഹു തന്ന അനുവാദമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ടത് നിങ്ങൾ കൈകടത്താൻ പാടില്ല എന്ന് ഒരു പെണ്ണ് തർക്കിച്ച സംഭവം അതിന്റെ ഒരു ബാക്കിയായിക്കൊണ്ട് ദുർബലമായി നമുക്ക് കാണാൻ കഴിയും. ഏതോ ആയിക്കോട്ടെ, പക്ഷെ അള്ളാഹു പെണ്ണിന് കൊടുത്ത അവകാശമാണ്. നിനക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം. പെണ്ണിന്റെ വാപ്പാക്കും കൊടുത്ത അവകാശം. പെണ്ണിന് അള്ളാഹു കൊടുത്ത സ്ഥാനം, വിവാഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹു കൊടുത്ത സ്ഥാനം പലപ്പോഴും നമ്മുടെ കൗമ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മനസ്സിലായല്ലോ? എത്ര വേണമെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. ഇനിയോ അതിന്റെ പൂർണ്ണമായ അധികാരി പെണ്ണുമാണ്. ഇസ്ലാമിലുണ്ടല്ലോ, പെണ്ണിന്റെ സ്വത്തിൽ അവൾ മരിക്കുന്നത് വരെ ഒരവകാശവും ഭർത്താവിനില്ല. ഞാൻ തന്ന മഹറല്ലേ, അതൊന്ന് കുറച്ചിങ്ങ് തിരിച്ചതാ എന്ന് ചോദിച്ചാൽ അവൾ തരാനും കുഴപ്പമില്ല, അതല്ലാതെ അവകാശപ്പെടാൻ പറ്റൂല. കാരണം അത് പെണ്ണിന്റെ സ്വത്താണ്. പെണ്ണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ വരുമാനം അത് അവളുടേത് മാത്രമാണ്. അവൾ അറിയാതെ എടുത്താലോ മോഷണമാണ്. നേരെ തിരിച്ചങ്ങനല്ല. ഒരാണ്, ഭർത്താവ് ഭാര്യക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അറിയാതെ, ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഭർത്താവ് അറിയാതെ അയാളിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ട പണം എടുത്താൽ ഹറാമല്ല എന്ന് നമുക്കറിയാം. റസൂൽ അനുവാദം കൊടുത്തൊരു സംഗതിയാണല്ലോ. ഒരു പെണ്ണ് റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, റസൂൽ, എനിക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊന്നും എന്റെ ഭർത്താവ് ചെയ്തു തരുന്നില്ല,
ഞാൻ അയാൾ അറിയാതെ എടുക്കുന്നതിന് തടസ്സമുണ്ടോന്നാണ്. റസൂൽ ചിരിച്ചുകൊണ്ട് അതിന് അനുവാദം കൊടുത്തു. അത് പെണ്ണിന്റെ അവകാശമാണ്. പെണ്ണിന് അതിനുള്ള അനുവാദമുണ്ട്. എടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ പരിധിയുള്ള സംഗതിയാണ്. അത്യാവശ്യം ജീവിതവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായി വേണ്ട കാര്യങ്ങൾക്കാണ് ഈ പറഞ്ഞത്. എന്നാൽ ഭർത്താവിനോ ഭാര്യയുടെ സ്വത്തിൽ നിന്നൊന്നും അവളുടെ അനുവാദമില്ലാതെ എടുക്കാനുള്ള യാതൊരു അവകാശവും അള്ളാഹു കൊടുത്തിട്ടില്ല. എത്രത്തോളം കൊടുത്ത മഹർ വരെ അവൾ ഇഷ്ടപ്രകാരം എന്തെങ്കിലും തിരിച്ചു തന്നാ വാങ്ങിച്ച് തിന്നോളൂ എന്നാണ് പറഞ്ഞത്. അവൾ ഇഷ്ടപ്രകാരം തിരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ തന്ന മഹറല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണിന് കൊടുത്ത ഒരു അവകാശമാണ്. ഇനി അത് മാത്രമല്ല, എത്രയാണ് മഹറിന്റെ പരിധി? ഞാൻ സൂചിപ്പിച്ചു, അതിന് ലിമിറ്റിൽ എത്ര വേണമെങ്കിലും മഹറായിക്കൊണ്ട് വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ ഇസ്ലാമിൽ അനുവാദമുണ്ട്. എത്ര വേണമെങ്കിലും. എത്ര കുറവാണെങ്കിലും പ്രശ്നമല്ല. പെണ്ണിനെ തൃപ്തിയുണ്ടെങ്കിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല. ഇനി എന്ത് വസ്തു മഹറായി കൊടുക്കാം? മൂല്യമുള്ളത് എന്തും മഹറായി നിശ്ചയിക്കാം. ഇനി മാത്രമല്ല, ഇപ്പൊ കൊടുക്കാനില്ല, ഒരു ചെറുപ്പക്കാരന് ഇപ്പൊ കൊടുക്കാനില്ല, അയാൾക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റൂ എങ്കിൽ അത് കരാറായി വെച്ചുകൊണ്ട് നിക്കാഹ് നടക്കും. കല്യാണം ഇപ്പൊ ചെയ്യാണ്, പക്ഷെ മഹർ കൊടുക്കുക 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കല്യാണം കഴിയുമ്പോൾ കരാറ് മാത്രമേ ഉള്ളൂ, മഹർ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെയും കഴിഞ്ഞത് 10 കൊല്ലം കഴിഞ്ഞിട്ടാ. മഹർ പൂർത്തിയായത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്, പക്ഷെ കരാറ് മാത്രമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ പഠിപ്പിക്കാം എന്നത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് നിക്കാഹ് നടന്ന സംഭവങ്ങൾ കാണാം. മുസ്ലിം ആകാം എന്നത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് വിവാഹം നടന്നത് കാണാൻ കഴിയും. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ, അവരുടെ കല്യാണം നടക്കുമ്പോൾ ഉമ്മു സുലൈം ആവശ്യപ്പെട്ടത് അബൂ തൽഹയോട്, നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ അത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്യാന്നാണ്. സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, ഏറ്റവും നല്ല മഹർ കിട്ടിയത് ഉമ്മു സുലൈമിനാണ്. കാരണം ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിക്കാം എന്നുള്ളതാണ് മഹറായി നിശ്ചയിക്കപ്പെട്ടത്. ഇപ്പൊ മൂല്യമുള്ളത് എന്തും മഹറായി നൽകാമെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് ഇണയെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള വിഷയം. ദീനുമായി ഏറ്റവും കൂടുതൽ ദീനുള്ള മതബോധമുള്ള ഇണയെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശമാണല്ലോ, അല്ലെ? അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നോക്ക്, അമുസ്ലിമായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ചില സന്ദർഭങ്ങളിൽ ഇസ്ലാം നൽകുന്ന അനുവാദമുണ്ട്. ഏതാ മുസ്ലിമായ പെണ്ണ്? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അൽയൗമ ഉഹില്ല ലക്കും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് ഉത്കൃഷ്ടങ്ങളായ സ്ത്രീകളെ, ഉത്കൃഷ്ടമായവയെല്ലാം നിങ്ങൾക്ക് ഹലാലാണ്. വത്വആമുൽ ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും, അവരുടെ ഭക്ഷണവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ മുൻവേദക്കാരായ ക്രൈസ്തവരിലും യഹൂദികളിലും പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നതിന് തടസ്സമില്ല, ഹലാലാണ്. വഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. അവരുടെ മാംസവും നിങ്ങൾക്ക്, ഭക്ഷണവും നിങ്ങൾക്ക് ഹലാലാണ്. അഥവാ ക്രൈസ്തവർ യഹൂദികളെ വിവാഹം ചെയ്യുന്നതിന്, അവരിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ച ഒരു സംഗതിയാണ്. ഇപ്പൊ പല ആളുകളും ഈ ലവ് ജിഹാദൊക്കെ ഇസ്ലാം നടത്തുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്. ആ കാലത്ത്, പഴയ കാലത്ത് ക്രൈസ്തവരും മുസ്ലിമീങ്ങളും തമ്മിൽ അഗാധമായ ബന്ധം പല വിഷയങ്ങളിലും കാണാൻ കഴിയും. ഇന്ന് കുറെയൊക്കെ മാറി. നിങ്ങളൊന്ന് ആലോചിക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 700 കൊല്ലം കഴിയുമ്പോഴാണ്, അല്ലെ? 700 കൊല്ലാകുമ്പോഴേക്കും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് 700 കൊല്ലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് പ്രവാചകനായി നിയുക്തനായി. ആ സമയത്ത് തന്നെ അവന് ധാരാളം വഴിപിഴവുകളുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നേരിട്ട് ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇടനിലക്കാരാണ്, തവസ്സുല് ചെയ്തിരുന്ന കാലമാണ്. അപ്പൊ ആ 700 കൊല്ലത്തിനിടയിൽ അത്രയും വഴിവെച്ച്, പിന്നെ അതിനുശേഷം 1400 കൊല്ലം കഴിഞ്ഞു, ഇരട്ടി കാലം കഴിഞ്ഞു. അപ്പൊ എത്ര വഴിപിഴവ് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെയാണ് ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അതേപോലെ തന്നെ മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, എത്രയോ പുണ്യാളന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ക്രൈസ്തവർ ആരംഭിച്ചത്. ഏതായാലും
ആ കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഒരു സംഗതിയാണ് അവരുടെ മാംസം തിന്നാൻ. കാരണം അവർ ദൈവനാമത്തിലാണ് അറുക്കാറുള്ളത്. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. അഥവാ ഒരു ദൈവം മാത്രമാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ് എന്നവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ധാരാളം കുഫറുകളുണ്ട്. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറ്റി വിശുദ്ധ ഖുർആനിൽ എവിടെയും മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. കാഫറുകൾ എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ നമ്മളായിട്ട് ചോദിക്കും, അയാൾ ശിർക്ക് ചെയ്തു, അയാൾ മുശ്രിക്കാണോ? ആ ഖബറിനടുത്ത് പോയി പ്രാർത്ഥിച്ച ആൾ മുശ്രിക്കാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഖുർആനിൽ ക്രിസ്ത്യാനികളെ പറ്റി ജൂതന്മാരെ പറ്റി പോലും മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടില്ല, കാഫറുകൾ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മുശ്രിക്കാകണമെങ്കിൽ ഷിർക്ക് ചെയ്യുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുമ്പോഴാണ് മുശ്രിക്കാവുന്നത്. ഇതൊക്കെ ഷിർക്ക് ചെയ്യുക, അള്ളാഹിൽ പങ്കു ചേർക്കുക എന്നുള്ളത് നല്ലതാണ് എന്ന് അംഗീകരിക്കുമ്പോഴാണ് മുശ്രിക്കാണ്. ആ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരായ ആളുകൾ ഷിർക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പിന്നെ അള്ളാഹു ഒരൊറ്റ ഏക ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരെയും യഹൂദികളെയും പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് നമുക്ക് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ധാരാളം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഒന്നിലധികം വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. 4 കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന വെച്ചത് നിങ്ങൾക്ക് നീതിയോടുകൂടി വർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രം, നീതിപൂർവം അല്ലെങ്കിൽ പരലോകത്തെ ശിക്ഷ ഉണ്ടാവും. നീതിയോടുകൂടി വർത്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുവദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ പെണ്ണിനെ മാത്രമാണ് പ്രവാചകൻ കന്യകയായ സ്ത്രീയെ വിവാഹം ചെയ്തത്. ബാക്കിയെല്ലാം വിധവകളാണ്, ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഒരാൾ ആദ്യമായി വിവാഹം കഴിക്കുന്നുവെങ്കിൽ കന്യകയെ വിവാഹം കഴിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. ആദ്യം കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കലാണ് റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത്. ഞാൻ വെറുതെ പറയുന്നല്ല. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട്, റസൂലെ, ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാനൊരു സയ്യിദിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പ്രായമുള്ള വിധവയായ ഒരു സ്ത്രീയാണ് ജാബിർ റളിയല്ലാഹു കല്യാണം കഴിച്ചത്. അപ്പൊ ഉടനെ പ്രവാചകന്റെ ചോദ്യം, ഹലാ ബിക്റൻ, നിനക്ക് കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? പ്രവാചകന്റെ ചോദ്യം അതായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്, എനിക്ക് ചെറിയ സഹോദരിമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരല്പം പക്വതയുള്ള പ്രായമുള്ള ആള് തന്നെ വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്. അപ്പൊ കന്യകയെ കല്യാണം കഴിക്കുക, ഒന്നാമതായി കന്യകയെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. എന്നാൽ അതിലധികം ഒരാൾക്ക് വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലധികം വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യത്തെ പെണ്ണിന്റെ സമ്മതം വേണമെന്നതാണ് പുതിയ നിയമം. പെണ്ണിന്റെ സമ്മതം ഉണ്ടെങ്കിലേ രണ്ടാമത്തെ കല്യാണം അല്ലെങ്കിൽ മൂന്നാമത്തെ കല്യാണം നാലാമത്തെ കല്യാണം നടക്കൂന്നാണ്. അപ്പൊ അത് നടക്കൂല എന്ന് തന്നെ വിചാരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു സംഭവം ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ 4 വിവാഹം കഴിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. അതിൽ ഒന്നാമത്തത് കന്യകയായിരിക്കുന്നതാണ് സുന്നത്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, പറയുന്നതിനിടയിൽ വിട്ടുപോയ ഒരു സംഗതിയുണ്ട്. നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ ഒരു സംഗതി ഇപ്പൊ വലീമത്തുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച് പിന്നെ വലീമത്ത് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടല്ലോ. അതായത് കല്യാണം കഴിച്ചതായി അറിഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഔലിം വല ബിഷാത്ത്, ഒരാടിന് അർത്ഥമെങ്കിലും നീ വലീമത്ത് കൊടുക്കണം എന്ന് പ്രവാചകൻ ആവശ്യപ്പെട്ടു. വലീമത്ത് കൊടുക്കുക എന്നുള്ളത്, അഥവാ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വിവാഹവുമായി ബന്ധപ്പെട്ട സുന്നത്തായ ഒരു സംഗതിയാണ്. വലീമത്തിന്റെ സദസ്സിലേക്ക് ക്ഷണിക്കലും വലീമത്തിന്റെ സദസ്സിൽ ഉത്തരം ചെയ്യലും അഥവാ ഭക്ഷണം കഴിക്കലും സുന്നത്തായ സംഗതിയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, കാരണങ്ങളില്ലെങ്കിൽ വലീമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട, അതായത് കല്യാണം കഴിച്ച പുതിയാപ്പിള കൊടുക്കുന്ന ഭക്ഷണത്തിന് പോകാതിരുന്നാൽ അത് ഹറാമാണ്, പോകാതിരുന്നാൽ ഹറാമാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയെ പോലുള്ള ആളുകൾ പറഞ്ഞതായി കാണാൻ കഴിയും. അഥവാ വേറെ കാരണമൊന്നുമില്ലെങ്കിൽ എന്തായാലും പങ്കെടുക്കണം. വിളിച്ചാൽ വിളിക്ക് ഉത്തരം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വലീമത്തിന്റെ സദസ്സ്. നിക്കാഹിന്റെ സദസ്സിനേക്കാൾ ഏറെ ഉത്തരം നൽകാൻ ശ്രദ്ധിക്കേണ്ടത് വലീമത്തിന്റെ സദസ്സിലേക്കാണ്. അത് തിന്നാൻ വേണ്ടിയിട്ടല്ല, അത് റസൂല് പഠിപ്പിച്ച അങ്ങനെയാണ്. വലീമത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തായ സംഗതി. അതിൽ വേറെ പ്രശ്നം എന്താ അറിയോ? വലീമത്ത് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിള കൊടുക്കുന്ന ഭക്ഷണമാണ്. പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്നത് വലീമത്തല്ല. പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണം വലീമത്തായ സുന്നത്തായ ഭക്ഷണമല്ല. പക്ഷെ ഭക്ഷണം കൊടുത്തൂടെ?
ഭക്ഷണം കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഏത് സന്തോഷത്തിന്റെ വേളയിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കർമ്മം തന്നെയാണ്. റസൂലുള്ളാഹി എത്ര ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം കൊടുക്കുക, നിങ്ങൾ ഭക്ഷിപ്പിക്കുക, എല്ലാവർക്കും കൊടുക്കുക, തിന്നാൻ കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ആ അടിസ്ഥാനത്തിൽ ചെയ്യാമെന്നല്ലാതെ വലീമത്തായിക്കൊണ്ട് ഒരു ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ അത് പുതിയാപ്പിളയുടെ ബാധ്യതയാണ്. വിവാഹം കഴിക്കുന്നവർ നിക്കാഹിന് ശേഷം നൽകുന്ന ഭക്ഷണമാണ് വലീമത്തായ ഭക്ഷണം. നിക്കാഹിന് ശേഷമേ അത് നടക്കാൻ പാടുള്ളൂ. അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഹൈറായത്, ഉത്തമമാണ്. കാരണം റസൂല് കൊടുത്തതൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് ഒരു സംഭവം കാണാൻ കഴിയുന്നത് ഈത്തപ്പഴവും കക്കിരി പോലെയുള്ള സാധനങ്ങളാണ് റസൂല് വലീമത്ത് കൊടുത്തത്. പ്രവാചകൻ അതേ കൊടുക്കാനുണ്ടായിട്ടുള്ളൂ. നമ്മളെങ്ങനെയാ കൊടുക്കേണ്ടത്? നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് വലീമത്ത് കൊടുക്കാം. എത്ര ആൾക്കാ കൊടുക്കേണ്ടത്? എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്ര ആളുകൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് 1000 ആളുകൾക്ക് വലീമത്ത് കൊടുക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് 10,000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ തെറ്റില്ല. ഭക്ഷണം കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതിൽ ചില നിബന്ധന ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, ദരിദ്രരായ ആളുകളെ, മിസ്കീനുകളെ, ഫഖീറുകളെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അവരെ ക്ഷണിക്കണം. അവരെല്ലാം ഒരേപോലെ കാണണം. കല്യാണത്തിന്റെ വേളയിലൊക്കെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പരിഗണിക്കണം. ഒരു വലിയൊരാള് വന്ന് ഒരു സാധുവായ ഒരു മനുഷ്യൻ വന്ന് അയാൾ വാ കൈയൊക്കെ പിടിച്ച് കയറ്റുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ വില കൊടുക്കുന്ന ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഇയാളെ പിന്നെ മൈൻഡാക്കൂല. പിന്നെ അയാളോടായിരിക്കും സംസാരം. ഒരേപോലെ ഭക്ഷണം കൊടുത്ത് ഒരേപോലെ എല്ലാവരെയും സൽക്കരിച്ച് നല്ല രൂപത്തിൽ വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കാം. രണ്ടാമത്തെ സംഗതി, ഏതൊരു കാര്യത്തിൽ എന്ന പോലെ ധൂർത്തും ധാരാളിത്വവും പൊങ്ങച്ചവും കാണിക്കാനായിരിക്കരുത്. ഇപ്പൊ നിങ്ങളൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു വലിയ റിസോർട്ട് ബുക്ക് ചെയ്യുന്നു കല്യാണത്തിന് വേണ്ടി. അപ്പൊ അവരെ ചോദ്യം, ഭക്ഷണം വേണോ അതിന്റെ കൂടെ? ഭക്ഷണം വേണം. എത്രയാണ് ഭക്ഷണത്തിന്റെ ചാർജ്? പെർ ഹെഡ് 1000 രൂപ, 1500 രൂപ, 2000 രൂപയൊക്കെയാണ് ഇപ്പൊ ഭക്ഷണത്തിന് ചില റിസോർട്ടുകളിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ വാങ്ങിക്കുന്നത്. ഈ സാധനം ഒരു മനുഷ്യൻ 1000 രൂപയുടെ ഫുഡ് കഴിക്കുമോ? ഭക്ഷണം കഴിക്കുമോ? ഇല്ല. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര? പക്ഷെ കണക്കൂട്ടുന്ന എങ്ങനെയാണ്? അവിടെയുള്ള എല്ലാ വിഭവങ്ങളും എത്രയാണോ അതിന്റെ തുക, ആ ഒരു വിഭവത്തിന്റെ തുകയാണ് ഒരാളുടെ പെർ ഹെഡായി കണക്കൂട്ടുന്നത്. അപ്പോ 1500ഉം 2000 ഒക്കെ കണക്ക് വരും. ഇതെന്തിനാക്കണത്? ആൾക്കാരെ തിന്നിക്കണം എന്നുള്ള പൂതി കൊണ്ടാണോ ആൾക്കാർ കൊടുക്കുന്നത്? അവിടെയാണ് ഹറാമും ഹലാലും വേർതിരിയുന്നത്. ഒരാൾ ആഗ്രഹിക്കാണ് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം, നാട്ടിലെല്ലാവർക്കും കൊടുക്കണം, കുടുംബക്കാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ദരിദ്രരെയും എല്ലാരെയും വിളിക്കണം എന്ന് വിചാരിച്ച് മാന്യമായ രൂപത്തിൽ ധൂർത്തോ ധാരാളിത്തോ ഒന്നും ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് ഇസ്ലാമികമായി യാതൊരു തടസ്സമില്ല, ഒരു പ്രശ്നവുമില്ല. എത്ര ആളുകളെ ക്ഷണിച്ചുവാണെങ്കിലും ഭക്ഷണം കൊടുക്കാം. പക്ഷേ ധൂർത്തും ധാരാളിത്തവും വരികയാണെങ്കിൽ അത് ഏതൊരു കാര്യത്തിലുള്ളതുപോലെ ഹറാമായി തീരും. ആ കാര്യവും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇത്തരത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട, നിക്കാഹുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത അവകാശങ്ങളെ, അധികാരങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മഹറുമായി ബന്ധപ്പെട്ട്, സമ്പത്തുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് വിവാഹം കഴിച്ചാൽ ആ പെണ്ണ് എവിടെ താമസിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ സാധാരണ പെൺകുട്ടികളെ വീട്ടിൽ തന്നെയാണ് താമസിക്കാറ്. നമ്മുടെ ജില്ലയിലും നമ്മുടെ ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലും. നമ്മുടെ ജില്ല വിട്ടു കഴിഞ്ഞാൽ അത് മാറി. അവരൊക്കെ കാണുന്ന ഏറ്റവും മോശം കാര്യമായിട്ടാണ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും മോശം കാര്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. അറക്കൽ രാജകുടുംബത്തിന്റെ സംവിധാനം പോലെ നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു അവരുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ടുണ്ട്. അറക്കൽ രാജവംശം ഭരിച്ചിരുന്ന ഈ ലക്ഷദ്വീപ് സമൂഹങ്ങളിലൊക്കെ ഇതേ സിസ്റ്റം തന്നെയാണ്. അപ്പൊ പെണ്ണിനെ എവിടെ താമസിക്കണം എന്നുള്ളത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പെണ്ണിന്റെ വീട്ടിൽ താമസിക്കണോ, അതല്ല പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണോ? ഓരോരുത്തർക്കും ഓരോ വീക്ഷണമായിരിക്കുമല്ലോ. എന്താണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്? ഇസ്ലാമിൽ ഒരു പെണ്ണ് താമസിക്കേണ്ടത് അവൾ ആഗ്രഹിക്കുന്നിടത്താണ്. മനസ്സിലായല്ലോ? പെണ്ണ് വിവാഹത്തിന് മുമ്പ് പറയാണ്, എനിക്ക് വേണ്ടി നമുക്ക് താമസിക്കാൻ ഒന്നിച്ചൊരു വീട് സംവിധാനിച്ചതിന് ശേഷം മാത്രമേ കല്യാണം നടക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കൂ. അതേ പാടുള്ളൂ.
നിക്കാഹിന് മുമ്പുണ്ടാക്കുന്ന എല്ലാ കരാറും പൂർത്തിയാക്കണം, അത് നിർബന്ധമാണ്. പിന്നെ അയാൾ പറയണേ എനിക്ക് സൗകര്യമൊന്നുമില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ല, അതുകൊണ്ട് നമുക്ക് നിന്റെ വീട്ടിൽ താമസിക്കാം. അവൾക്ക് സമ്മതാണോ? സമ്മതാണ്. പെണ്ണിന് സമ്മതാണ്. ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതാണോ? അതാണ് ഹൈർ. ഏതാണോ പെണ്ണിന്റെ ഇഷ്ടം, നിങ്ങൾ നോക്കണം. ഇസ്ലാം കൊടുത്ത സ്ഥാനവും പ്രാധാന്യവും നോക്കി. പെണ്ണിന് എവിടെയാണോ താമസിക്കാൻ ആഗ്രഹം, അവിടെയാണ് അള്ളാഹു കൊടുത്ത അനുവാദം. അത് ഭർത്താവിന്റെ വീട്ടിലാണ് ഭർത്താവിന്റെ വീട്ടില്, ഭാര്യയുടെ അവളുടെ വീട്ടിലാണെങ്കിൽ അവളുടെ വീട്ടില്, ഫ്ലാറ്റിലാണെങ്കിൽ അങ്ങനെ, അവൾ സ്വന്തം നിക്കാഹിന് മുമ്പ് എനിക്ക് വീട് വെച്ചിരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതേ ഇസ്ലാമിൽ നടക്കൂ. അത് അവളുടെ അധികാരത്തിൽപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു വിഷയം, അത് പറയുമ്പോൾ വേറൊരു വിഷയം, അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ ഉമ്മാനെ നോക്കാനുള്ള ബാധ്യതയില്ലേ, ഉപ്പാനെ നോക്കാനുള്ള ബാധ്യതയില്ലേ പെണ്ണിന്? ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരാൾക്കും പിടിച്ചിട്ടില്ല. അവിടുത്തെ പ്രസംഗിക്കാൻ വിളിച്ച ആൾക്കാർക്കും കമ്മിറ്റിക്കാർക്കും ഒന്നും തൃപ്തിയായിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകളുണ്ടല്ലോ, ഓരോരുത്തരോടുള്ള ബാധ്യത. ഇപ്പൊ എനിക്ക് എന്റെ ഭാര്യയോടുള്ള ചില ബാധ്യതകളുണ്ട്, എന്റെ ഉമ്മാനോടുള്ള ബാധ്യത ഉണ്ട്, ഉപ്പാനോടുള്ള ബാധ്യത ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ടല്ലോ, മക്കളോടുള്ള ബാധ്യത എല്ലാം ഉണ്ടല്ലോ. ഈ ബാധ്യതകളിൽ എവിടെയും, അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകളിൽ എവിടെയും, നല്ലോണം ശ്രദ്ധിക്കണം ഈ വിഷയം, അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകളിൽ എവിടെയും ഭർത്താവിന്റെ മാതാവിനെ, ഭർത്താവിന്റെ പിതാവിനെ, ഭർത്താവിന്റെ കുടുംബക്കാരെ സേവിക്കാൻ, അവർക്കുള്ള സേവനം കൊടുക്കാൻ ബാധ്യതയായി അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. ഒരു സ്ഥലത്തുമില്ല. ഖുർആനിലോ ഹദീസിലോ എവിടെ വേണമെങ്കിലും പരിശോധിച്ചേക്കും, ഒരു സ്ഥലത്തും ഒരു പെണ്ണിന് ഭർത്താവിന്റെ വാപ്പയെ നോക്കാൻ ബാധ്യതയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിന്റെ ഉമ്മയെ നോക്കാൻ പെണ്ണിന് ബാധ്യത ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാ ഭർത്താവിന്റെ ഉമ്മാനും ഉപ്പാനും നോക്കേണ്ടത്? അത് ഈ ഭർത്താവാണ്. പെങ്ങന്മാരുണ്ടെങ്കിൽ അവരാണ്, പെൺമക്കളുണ്ടെങ്കിൽ അവരാണ്. അവരെ ബാധ്യതയാണത്, അവർക്കാണ് ബാധ്യത. ഉദാഹരണത്തിന് ഒരു പിതാവ്, ഒരു വയസ്സായ ഒരു മനുഷ്യൻ, അയാളുടെ വേണ്ട കാര്യങ്ങളൊന്നും നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആൺമക്കളും പെൺമക്കളുമാണ്. ആൺമക്കളും പെൺമക്കളാണ് അതിന്റെ ഉത്തരവാദി. അതിന് മകന്റെ ഭാര്യമാർക്ക് അതിൽ ഉത്തരവാദിത്തമോ ബാധ്യതയോ ഇല്ല. അപ്പൊ നോക്കണ്ടേ? നോക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നോക്കണം. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിമത്ത് എന്ന നിലക്ക് മുമ്പിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തനിക്ക് പറ്റാവുന്ന സഹായങ്ങളും സേവനങ്ങളും ഒക്കെ നൽകണം. അത് മനുഷ്യത്വം എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ചെയ്യേണ്ട സംഗതിയാണ്. ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ പ്രയാസമുള്ള ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പെണ്ണിന് കൂലിയിട്ടുന്ന സംഗതിയാണ്. പെണ്ണിന് അങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത്, പെൺമക്കളെ പഠിപ്പിക്കേണ്ടത്. നീ ബാധ്യതയല്ല ചെയ്യുന്നെങ്കിൽ നീ ചെയ്യുന്നത് സൽക്കർമ്മമാണ്, ഇഹ്സാനാണ്. ഇങ്ങോട്ടൊന്നും ആ ഒരു രീതിയാണ് നമുക്കൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇങ്ങോട്ട് പ്രതീക്ഷിച്ചായിരിക്കും ഒന്നും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ജീവിതത്തില് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയതാ, പക്ഷെ എനിക്ക് തിരിച്ചൊന്നും തരുന്നില്ലല്ലോ എന്നുള്ള പരാതി ഉണ്ടാവൂല. മനസ്സിലായല്ലോ? എന്റെ ഭർത്താവിന്റെ ഉമ്മാനെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് നോക്കുന്നു, ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു, പക്ഷെ എന്നോടൊരു നല്ല വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള പരാതി പറയൂല. ആര്? യഥാർത്ഥ വിശ്വാസമുള്ള പെണ്ണ്. അവള് ചെയ്യുന്ന ഏത് നന്മയും അള്ളാന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ പ്രയാസം അനുഭവിക്കുന്നവരെ അവള് സഹായിക്കണം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവള് സേവിക്കണം. ഭർത്താവിന്റെ പിതാവിന്, അയാളൊരു മഹറമാണ്, ഇവളെ സംബന്ധിച്ചിടത്തോളം മഹറമാണ് ഭർത്താവിന്റെ പിതാവ്. അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെയും ചെയ്യുകയും സഹായിക്കുകയും ചെയ്തൊക്കെ അവൾക്ക് പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായല്ല? അതല്ലാതെ അള്ളാഹു ഒരു ബാധ്യതയായി ഏൽപ്പിച്ചിട്ടില്ല. ഇതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇപ്പൊ സാധാരണ നമ്മളെ നാട്ടിൽ ഒരു കല്യാണം കഴിച്ച് മകൻ, ഒരു പെണ്ണ് കല്യാണം കഴിച്ച് മകൻ ഭാര്യയെ കൂട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാപ്പമാര്, ഉമ്മമാര് വിചാരിക്കുന്ന എന്റെ വസ്ത്രം അലക്കേണ്ടത് അവളാണ്, എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് അവളാണ്, വീട്ടിലെ പണിയൊക്കെ എടുക്കേണ്ടത് അവളാണ്, അടിച്ചു വാരേണ്ടത് അവളാണ്, എല്ലാം ചിന്തിക്കുന്ന ഒരു നാട്ടിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവളുടെ ബാധ്യതയല്ല, അവളുടെ ഉത്തരവാദിത്തമല്ല, അവൾ ചെയ്യുന്ന സേവനമാണ്, അവൾ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. രണ്ടു തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ബാധ്യതയായി ചെയ്യുമ്പോ വേറെയാണ്, സേവനമായി ചെയ്യുമ്പോൾ വേറെയാണ്. ഒരാൾ നമുക്കൊരു 10,000 റുപ്യ സഹായിക്കാൻ വേണ്ടി കൊണ്ടു തന്നാൽ എനിക്ക് 10,000 പോയാ 50,000 വേണം എന്നാരെങ്കിലും പറയോ? ഇല്ല. അതിന് ആ സേവനത്തിന് നന്ദിയോടുകൂടിയാണ് സ്മരിക്കുക.
അപ്പൊ എന്റെ മകന്റെ ഭാര്യ എനിക്ക് ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ എന്ന സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. കാരണം അവളെ ബാധ്യത ഇല്ലാതിരുന്നിട്ട് പോലും അവൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, എന്റെ വസ്ത്രം അലക്കി തരുന്നുണ്ടല്ലോ എന്ന സേവനമാണ്. ഈ സേവനത്തിനുള്ള നന്ദിയും പ്രാർത്ഥനയുമാണ് സത്യത്തിൽ ഉണ്ടാകേണ്ടത്. എന്നാ അവൾക്ക് ബാധ്യതയില്ലേ? അവൾക്ക് കൃത്യമായ ബാധ്യത ഉണ്ട്. അവളുടെ വാപ്പാനോടും ഉമ്മാനോടും ബാധ്യത ഉണ്ട്. അവർക്കുള്ള സേവനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതിന് അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. ഇതാണ് വിഷയം. ഇതിനെ കൃത്യമായി നമ്മൾ തരംതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ എന്താണെന്നറിയോ, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്, അതൊന്നും നാട്ടിൽ നടക്കൂല എന്ന് പറയല്ലേ ചെയ്യേണ്ടത്. ഇസ്ലാം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും നന്നായി മാന്യമായി നല്ല രൂപത്തിൽ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാവരോടും നന്നായി പെരുമാറാൻ പഠിച്ച്, ഇത് പെണ്ണിന്റെ ഭർത്താവിന്റെ വാപ്പയും ഉമ്മയും നന്നായി എല്ലാ മനുഷ്യന്മാരും നല്ലോണം പെരുമാറുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഭർത്താവിന്റെ വീട്ടിൽ പെണ്ണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നു, കാരണം അവൾക്കതൊരു പുണ്യകർമ്മമാണ്. അവൾ അതൊക്കെ ചെയ്യുന്നു, അവൾ പ്രതിഫലം ആഗ്രഹിക്കുന്നു. അവര് നേരെ തിരിച്ച് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. എല്ലാം ഹൈറാണ്. ഇത് എനിക്ക് കിട്ടേണ്ട അവകാശമാണെന്ന് വിചാരിക്കുന്ന അടുത്ത പ്രശ്നം. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങളെന്നാ വെച്ചാൽ അതല്ലെങ്കിൽ 90% പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനി സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ സമയം പരിമിതമാണ്. നിക്കാഹുമായി ബന്ധപ്പെട്ട, വിവാഹവുമായി ബന്ധപ്പെട്ട, ഒരുമിച്ച് താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ വിഷയകമായി സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കണം. അത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സമയം കുറവായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഇപ്പം വിവാഹമോചനം, ത്വലാഖ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഒരു നിയമവശമാണ്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് ത്വലാഖ് എന്നാണ്. ആണും പെണ്ണും തമ്മിലുള്ള വേർപിരിയലിനെയാണല്ലോ ത്വലാഖ് എന്ന് പറയാറുള്ളത്. എപ്പോഴാണ് ത്വലാഖ് സംഭവിക്കുന്നത്? ഇസ്ലാമിലെ ത്വലാഖ് എപ്പോഴാണോ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് നടക്കുന്നത് അപ്പൊ തന്നെയാണ് ത്വലാഖ് സംഭവിക്കുന്നത്. ത്വലാഖുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. വിശാലമായി അതിന്റെ കർമ്മശാസ്ത്രപരമായ എല്ലാ വിഷയങ്ങളിലേക്കും കിടക്കാനുള്ള സമയമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്തത്, ത്വലാഖ് എന്നുള്ളത് വേർപിരിയുക എന്നാണെന്ന് പറഞ്ഞല്ലോ. ഒരാണ് ചെയ്യുമ്പോഴാണ് ത്വലാഖ് എന്ന് സാധാരണ പറയാറുള്ളത്. പെണ്ണ് ചെയ്യുമ്പോൾ അതിന് വേറൊരു പേരാണ് പറയാറുള്ളത്. ത്വലാഖിന്റെ രൂപം എങ്ങനെയാ? നമ്മുടെ നാട്ടിലെ ത്വലാഖിന്റെ രൂപം എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ത്വലാഖ് സംഭവിക്കുന്നത്, ഒരാണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല, അവരൊന്നിച്ച് ഒരിക്കലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും, ആണ് അയാളുടെ വീടാണെങ്കിൽ അവിടെ താമസിക്കും, അല്ലെങ്കിൽ അയാൾ അയാളുടെ വീട്ടിലേക്ക് പോകും, അല്ലെ? പിന്നെ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കും, ഖാളി ഇടപെടും, നാട്ടുകാരിടപെടും, കോടതിയിലെത്തും, പ്രശ്നങ്ങളായി ത്വലാഖ് സംഭവിക്കും. ഇസ്ലാമിലെ ത്വലാഖ് എങ്ങനെയാണെന്നറിയോ? കേട്ടോളൂ. ഖുർആൻ പഠിപ്പിക്കുന്ന ത്വലാഖ് എങ്ങനെയാണെന്നറിയോ? ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാഹചര്യമില്ല, അവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയൂല, വേർപിരിഞ്ഞേ പറ്റുമെങ്കിൽ അവർ ത്വലാഖിലേക്ക് പ്രവേശിക്കുന്നു. ത്വലാഖിലേക്ക് പ്രവേശിച്ച് പെണ്ണ് താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെ, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്. ത്വലാഖ് നടന്നു കഴിഞ്ഞാലാ പറയണത്. ത്വലാഖ് നടന്നു കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നു. അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുന്നത് വരെ, അഥവാ 3 ശുദ്ധികാലം കഴിയുന്നത് വരെ, ഏകദേശം 3 മാസം അവർ ഒന്നിച്ചിങ്ങനെ താമസിക്കുന്നു. ആ താമസിക്കുന്ന സമയത്ത് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയണം, ലാ യുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജന ഇല്ലാ അൻ യഅതിയ ബിഫാഹിശത്തിൻ മുബയ്യിന. അവളെ നിങ്ങൾ പുറത്താക്കാൻ പാടില്ല വീട്ടിൽ നിന്ന്. നിങ്ങളുടെ ചെലവിൽ അവൾ ഇദ്ദാ കാലഘട്ടം പൂർത്തിയാക്കണം. ശാരീരികമായ ബന്ധമൊന്നുമില്ലാതെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം. ഇയാളാണ് ചെലവ് കൊടുക്കേണ്ടത്, ഭർത്താവാണ്. അവര് ചിലപ്പം വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും, ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും, അതിനൊന്നും പ്രശ്നമല്ല. ശാരീരികമായ ബന്ധം ഉണ്ടാവാൻ പാടില്ല, അത് മാത്രം. ഈ 3 മാസക്കാല അളവിൽ എപ്പോഴെങ്കിലും അവർ തീരുമാനിക്കാണ് നമുക്ക് ഒന്നായി കൂടെ വേർപിരിയണോ എന്നൊരാലോചന വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും നിക്കാഹൊന്നും കൂടാതെ തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് പഴയ പോലെ തിരിച്ചു വരാം. ഇതാണ് ഇസ്ലാമിലെ ത്വലാഖ്, ഇദ്ദാ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നമ്മളെ നാട്ടിൽ ഇതൊക്കെ നടക്കും. നമ്മളെ നാട്ടിൽ ആദ്യം 2 വൈക്കാക്കും. ഇവര് തീരുമാനിക്കുന്നില്ലെങ്കിൽ കുടുംബക്കാരെ തീരുമാനിക്കും, നാട്ടുകാരിടപെടും. പക്ഷെ ഇസ്ലാമിൽ പരമാവധി വേർപിരിയാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല, പെണ്ണ് സ്വയം ഇറങ്ങിപ്പോവാനും പാടില്ല എന്നാണ് ഇദ്ദാ കാലഘട്ടത്തില്. എന്നാൽ വ്യക്തമായ തിന്മ, ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായ തെളിവോടുകൂടി ഉണ്ടെങ്കിൽ
അവളെ ഒഴിവാക്കാം, പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് വിശുദ്ധ പഠിപ്പിക്കുന്ന സൂറത്തുൽ ത്വലാഖിലെ 1-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതല്ലാത്ത കാരണം കൊണ്ടൊന്നും വീട്ടിൽ നിന്ന് പുറത്താക്കാനോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലാ തദ്രി ലഅല്ലല്ലാഹു യുഹ്ദിഥു ബഅദ ദാലിക അംറ. നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല ഒരു ജീവിതം അള്ളാഹു നൽകിയേക്കാം, നല്ലൊരു കാര്യം സംഭവിച്ചേക്കാം. ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ ചിലപ്പോൾ ഹൈറായി നടന്നേക്കാം. ഇനി ഇതാ കാലഘട്ടത്തിൽ അവർ ഒന്നാകാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ സ്വാഭാവികമായും വേർപിരിയും. രണ്ടാളുകളും അന്യ പുരുഷനും സ്ത്രീയായി മാറും. അങ്ങനെ യുദ്ധ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ആഗ്രഹിക്കാൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പിന്നീട് ആഗ്രഹിക്കുന്നു. പരസ്പരം സംസാരിച്ച് കുടുംബക്കാരൊക്കെ ഇടപെട്ട് അവരെ വീണ്ടും മഹറൊക്കെ കൊടുത്ത് നിക്കാഹിലേക്ക് അവർ നിക്കാഹൊക്കെ ചെയ്ത് അവർക്ക് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ വീണ്ടും അവരൊന്നിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുള്ള സാഹചര്യത്തിൽ നേരത്തെ സംഭവിച്ച പോലെ തന്നെ പിന്നെയും ത്വലാഖും ഇദ്ദയും ഒക്കെ നടന്ന് അവർ വേർപിരിയും. 3 പ്രാവശ്യം ഇതിനുള്ള ചാൻസ് ഉണ്ട്. 3 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 3-ാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ പറ്റൂല. അതാണല്ലോ മുത്തലാഖ് എന്ന് സാധാരണ പറയാം. 3 ഒന്നിച്ചടിക്കുക എന്നുള്ളതാണ് മുത്തലാഖ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഈ സംഭവം ഒന്ന് നടക്കണമെങ്കിൽ തന്നെ മാസങ്ങളുടെ പണിയുണ്ട്. ഒരു ത്വലാഖ് ചെയ്യണമെങ്കിൽ തന്നെ മാസങ്ങൾ ആവശ്യമാണ്. പിന്നെ എങ്ങനെ 3 ഒന്നിച്ച്? എന്നിട്ട് 3 പ്രാവശ്യം അവരെ ഒന്നിക്കാൻ കഴിയില്ലാന്ന് തീരുമാനിച്ച് 3 ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ആകെയുള്ള മാർഗം ഏതെങ്കിലും ഒരു സമയത്ത് അവളൊരു കല്യാണം കഴിച്ച് വേറൊരു കല്യാണം കഴിച്ച് അയാൾ ഒഴിവാക്കി പിന്നെയും അവള് ഒരു വൈധവ്യം അനുഭവിക്കുകയാണെങ്കിൽ, വിധവയായി മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വേർപിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഇയാൾക്ക് കല്യാണം കഴിക്കാം. പഴയ കാലത്തൊക്കെ ഈ മുത്തലാഖുമായി ബന്ധപ്പെട്ട് ത്വലാഖ് ചെയ്ത് പിന്നെ ഓളെ തിരിച്ചെടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് കല്യാണം, തൈസുൽ മുസ്തഹാർ എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളിലൊക്കെ വന്ന സംബന്ധം. പണ്ടേക്കും പണ്ടിയുള്ള സംഗതിയാണ്. തൽക്കാലം ഒരാളെ അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിപ്പിച്ച് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് പിന്നെ കല്യാണം കഴിക്കാം. പഴയ ഭർത്താവ് തന്നെ ഈ 3 ത്വലാഖ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ വേറൊരു വിവാഹം പെണ്ണിന് നടന്ന് ത്വലാഖ് സംഭവിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടണം എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ ശപിച്ചതായി കാണാം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ. ലഅനല്ലാഹു തൈസൽ മുസ്തഹാർ എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്, അള്ളാഹു ശപിച്ചതായി പഠിപ്പിച്ചത് കാണാം. പണ്ട് നിലമ്പൂര് ഭാഗത്ത് കച്ചവടത്തിന് വേണ്ടി ഒരാൾ വയനാട്ടിൽ നിന്ന് വന്നു. ഒരു സംഭവം നടന്ന സംഭവമാണ്. ഏറ്റവും വിശ്വസ്തനായ ഒരു പണ്ഡിതൻ പങ്കുവെച്ച ഒരു അനുഭവമാണ്. അപ്പൊ നിലമ്പൂര് ഭാഗത്ത് കച്ചവടത്തിന് വേണ്ടി തേക്കിന്റെ മരത്തിന്റെ കച്ചവടത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വന്നു. അപ്പൊ അവിടെ നാട്ടിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരാള് ത്വലാഖ് ചൊല്ലി, 3 വട്ടം ത്വലാഖ് ചൊല്ലി. അപ്പോ അയാൾക്ക് ആ പെണ്ണിനെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റ് കല്യാണം നടക്കണം. ഈ പ്രശ്നം അയാൾ അറിഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരാളാണല്ലോ. അങ്ങനെ അയാളെ തൽക്കാലം കല്യാണം കഴിപ്പിക്കാം, തൽക്കാലം ഇയാളെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം, സ്വാഭാവികമായ ഒരു നിക്കാഹ് തട്ടിക്കൂട്ടി ഒരു നിക്കാഹ് നടത്തി. അങ്ങനെ അവർ ഒരുമിപ്പിച്ചു. പിറ്റേ ദിവസം ത്വലാഖ് ചെയ്യാന്നാണ് തീരുമാനം. അടുത്ത ദിവസം തന്നെ ത്വലാഖ് സംഭവിച്ച് അവർ വേർപിരിയല്ല. അപ്പൊ ഇയാൾക്ക് ആദ്യത്തെ ഭർത്താവിനെ തന്നെ തിരിച്ചെടുക്കാന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവര് പോയി റൂം മുട്ടിയപ്പോ റൂമിൽ നിന്ന് അനക്കല്ല. ഇവർ രണ്ടാളും കൂടെ നാട് വിട്ടു പോയി എന്നാണ് സംഭവം. നടന്ന സംഭവമാണ്. അയാള് വയനാട് ഇപ്പോഴും സുഖകരമായി ജീവിക്കുന്നു എന്നാണ്, കുടുംബമായി സുഖമായി ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ അയാളുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം ഇസ്ലാമികമായി കല്യാണം കഴിഞ്ഞ ഒരാള് പിന്നെ ഭാര്യയുമായി ജീവിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനത്തെ സംഭവം നടന്നു എന്നാണ്. അത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെ, കല്യാണം സംഘടിപ്പിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും.